ഹായ് ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോ ഇന്ന് ഫേസ്ബുക്കിലെ കുറച്ച് കമന്റുകളെ കുറിച്ചാണ് പറയാനുള്ളത്. ഞാൻ രേണുസുധിയുടെ ഒരു റിയാക്ഷൻ വീഡിയോസ് ഇട്ടിരുന്നു, യൂട്യൂബിൽ ഇടാറുണ്ട്. ആ വീഡിയോസ് തന്നെ ഞാൻ ഇതിലും ഇട്ടിരുന്നു, ഫേസ്ബുക്കിലും ഇട്ടിരുന്നു. അപ്പം അത് സ്റ്റാർട്ടിങ് ഒന്ന് കണ്ടിട്ടുള്ളൂ, അതായത് രേണുസുധിയുടെ സീന് മാത്രം കണ്ടിട്ടുള്ളൂ. കണ്ട് ആസ്വദിച്ചിട്ട് അത് നഷ്ടപ്പെടുമോ ഇനി ഇതുപോലെ റിയാക്ഷൻ മറ്റുള്ളവർ ചെയ്തിട്ട് അതില്ലാതാകുമോ എന്നുള്ള സങ്കടത്താലെ ഓരോ ആൾക്കാരും വന്നിട്ട് കരഞ്ഞ് മെഴുകി എന്നെ തെറിയും വിളിച്ച് അങ്ങോട്ട് എന്താ പറയാ കമന്റ് ആണ്ട് ഇടുന്ന കാണുമ്പോ കിട്ടിയ പെണ്ണിനോട് പോലും ഇത്തരത്തിലുണ്ടാവില്ല. അത്രയും സ്നേഹാണ് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നത്. കിട്ടിയ പെണ്ണിനെ പുറത്തുള്ള ആണുങ്ങളോ മറ്റുള്ളവരോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോട്ടടി അത് ഇട്ടളെ എന്ന് പറയുന്ന ആൾക്കാർ പോലും രേണുസുധിനെ കുറിച്ചിട്ട് അവൾ അയച്ചിട്ട് അവളുടെ അടിവയറും നാവിയും പൊക്കിളൊക്കെ കാണുന്ന രംഗം നമ്മൾ പറഞ്ഞപ്പോ നമുക്ക് നാണല്ലേ എന്ന് ചോദിച്ചിട്ടാണ് അവർ വന്നത്. സങ്കടം ഉണ്ട് കേട്ടോ. അതായത് അതിനെക്കുറിച്ച് അത് മറയ്ക്കണം എന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ളത് വേണ്ട എന്നുള്ളതോ നമ്മൾ പറഞ്ഞിട്ടില്ല. ഇങ്ങനെയൊക്കെ കാണിക്കണോ എന്ന് ഉള്ള ഒരു അഭിപ്രായം മാത്രം പറഞ്ഞതിന്റെ പേരിൽ നമുക്ക് നാണല്ലേന്ന് പറഞ്ഞവർക്ക് നാണല്ലേന്ന് ഉടുതുണി എടുത്തിട്ട് നല്ല രീതിയിൽ വന്നിട്ട് മാന്യമായിട്ട് 4 വാക്ക് അതിനെ പ്രതികരിച്ച നമുക്ക് നാണമില്ലേന്ന്. അപ്പൊ എനിക്ക് പിടുത്തം കിട്ടുന്നില്ല, ഇതിപ്പോ എന്താ സംഭവം എന്നുള്ളത്. കാലാവസാനം അയക്കണം ഇങ്ങനെയൊക്കെ നടക്കും എന്നുള്ളതൊക്കെ അറിയാം, എങ്കിലും ആലോചിക്കണേ ഇത് പിയറോ വർക്കാണെന്നുള്ളത് അറിയില്ല. രണ്ടാമത്തത് ഇതില് മുസ്ലിംസിന്റെ പേരില് സ്ത്രീകളുടെ പേരില് ഒക്കെ ഫൈക്ക് ഐഡി എടുത്തിട്ടാണ് വന്നിട്ട് കാച്ചി വിടുന്നത്, അത് നമുക്കറിയാം. അതിലൊരുത്തി എന്റെ മക്കളെ കുറിച്ചിട്ട് മറ്റുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവൾക്കുള്ള മറുപടി അവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം അവളുടെ കുടുംബം അങ്ങനെ തന്നെ ആയിരിക്കും, അവളെ തന്നി നല്ലയൊക്കെ അങ്ങനെ ആയിരിക്കും, അവളുടെ ജീവിതവും അങ്ങനെ ആയിരിക്കും. ഭർത്താവിന് ഇതേപോലെ കെട്ടയച്ച് വിട്ടതോ ആയിരിക്കും. കണ്ണി കണ്ടവന്റെ അത് കണ്ടിട്ട് വായിൽ വെള്ളം ഇറക്കിയിട്ട് ഇങ്ങനെ നോക്കിയിരുന്ന് ആ വെള്ളം ഇറക്കി ജീവിക്കാൻ വേണ്ടിട്ട് വിട്ടായിരിക്കും. നമുക്ക് സംസാരിക്കാൻ അറിയാഞ്ഞിട്ടല്ല, മാന്യതയും മര്യാദയും വിട്ടിട്ട് നമ്മൾ സംസാരിച്ചിട്ടില്ല. അപ്പൊ അത് സംസാരിപ്പിക്കണ്ട. കമന്റ് എങ്ങനെ എഴുതാ, ആ ഫേസ് കാണില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിടരുത്. ഈ സങ്കടം കണ്ട് കാണുമ്പോ എനിക്കിങ്ങനെ തോന്നുക, എന്തിനാ ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഈ പൈതമക്കളെ കരച്ചിൽ കാണാൻ വെച്ച സഹിക്കാൻ വെച്ച വിചാരടി അങ്ങനത്തോളെ. പിന്നെ ഹദീസ് എനിക്ക് വെച്ച ഞാൻ കൂടെ കാണാത്ത ഹദീസുകൾ ഖുറാന്റെ മീനിങ് ഒക്കെ എടുത്തിട്ടുണ്ട് വന്നിട്ട് ഇളക്കുന്ന കണ്ടല്ലേ. ഒരു പ്രശ്നമുള്ളവർക്ക് എന്താ ഇതാ തലയിൽ ഒരു കഷ്ണം തട്ടം ഞാൻ മൂടിയത്, അത് അവർക്ക് അങ്ങോട്ട് പറ്റണില്ല. അതങ്ങോട്ട് ആ ആളെ കണ്ട് പറയുമ്പോ അവർക്ക് തീരെ സുഖിക്കണില്ല. ഞാനിതിനൊന്നും കമന്റിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി വന്നതല്ല. എനിക്ക് തോന്നുന്നില്ല അത്ര മൂല്യമുള്ള വാക്കുകളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കാരണം അവരുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകൾ അവരുടെ ഹൃദയമാണ്. അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ അഴുക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ അഴുക്കുചാലിന് എന്തിനാ നമ്മൾ മറുപടി കൊടുക്കേണ്ട ആവശ്യം? അതിന് വില ഉണ്ടോ? അതിനൊരു വില ഇല്ല. വാല്യൂ ഇല്ലാത്ത കാര്യത്തിന് നമ്മൾ സംസാരിച്ചിട്ട് നമ്മളും കൂടെ വില കളയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതിന് ഞാൻ മറുപടി പറയാൻ വരുന്നതല്ല. എന്നാൽ ടോട്ടലി ഞാൻ ഇതിനെ കുറിച്ചൊന്ന് കാര്യങ്ങൾ പറയാണ്. പിന്നെ അതില് നല്ല മനുഷ്യരുണ്ട്. സുഹറ എന്നൊക്കെ പേരിലാണ് കൊടുത്തിരിക്കുന്നത്. തള്ളേ മുസ്ലിങ്ങളോട് ഈബത്തും നന്മത്തും ഏത് സുഹറ? അപ്പൊ താത്താമാർ നമ്മളത് എത്ര പോരണ്ടേ, കുറെ എണ്ണത്തിന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നാണില്ലല്ലോ. അതായത് അയച്ചിട്ടവൾക്ക് നാണുണ്ടെന്ന് നമ്മള് നല്ല രീതിയിൽ വന്ന് പറയുന്ന നമുക്ക് നാണില്ലേന്ന്. അത് ശരിയാണ്. അല്ല, അവര് പറയുന്നത് ശ്രദ്ധിക്കണം. നമുക്ക് നാണല്ല. പിന്നെ ചാക്കില് കെട്ടിയിട്ട് വന്നിക്കണ്, ചാക്കി കെട്ടിയിരിക്കും. ഈ ചാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവരെന്താ, അബായന്റെ ആണ്, പർദ്ദന്റെ ആണ്. അതിന്റെ ഒരു മീറ്ററിന്റെ വില പോലും ഇവർക്ക് എടുക്കാൻ പാകല്ല. അപ്പൊ പിന്നെ ആ സുഖമുണ്ട്, അതല്ലാതെ വേറെന്താ പറയാ. എന്തായാലും അവർക്ക് ഇടാൻ പറ്റൂലല്ലോ. എന്താ അബായിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മുസ്ലിം ആയി പോയാലോ, അറിയാൻ പറ്റില്ല. എന്ന് പറഞ്ഞിട്ട് പല അത്ഭുതത്താൽ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞിട്ട് ആയിപ്പോയാലോ. അലാവുദ്ദീന്റെ അത്ഭുതങ്ങൾക്ക് പോലെട്ടാണ് ഇത് അബായ എന്നാണ് വിചാരം. ഇട്ടപാട് മുസ്ലിം ആവും എന്നാണ് വിചാരം. അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണെന്നാണ് വിചാരം. എത്രയോ നടിമാര് വരെ സംരക്ഷണത്തിന് വേണ്ടി പുറത്തിറങ്ങുമ്പോൾ ഇടുന്ന ഒരു വേഷമാണ് ഈ ചാക്ക് എന്ന് പറയുന്ന അബായ, പർദ്ദ, അല്ലെ? അത് അടിപൊളി നല്ല റേറ്റിലാണ് വരുന്നതും. അടിപൊളി സാധനങ്ങൾ പൈസ ഉള്ളവർ മാത്രമേ വാങ്ങുള്ളൂ, പാവപ്പെട്ടൊന്നും വാങ്ങൂല. അപ്പൊ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. താത്ത, ഞാനൊരു കാര്യം പറഞ്ഞിട്ട്, ഞാനും ഒരു മുസ്ലിം ആണല്ലോ.
അല്ല എന്നുള്ളത് നമുക്ക് ഏകദേശം അറിയുന്ന കാര്യമാണ്. പെണ്ണും പിള്ള സോഷ്യൽ മീഡിയയിൽ ഇവരെ മാത്രമേ കണ്ടുള്ളൂ. ഇവരെ മാത്രമല്ല, ഞാൻ എല്ലാവരും കണ്ടിരുന്നു. അത്യാവശ്യം കണ്ടവരൊക്കെ ഞാൻ റിയാക്ഷൻ ചെയ്തിരുന്നു. അവളുടെ ജോലി ചെയ്യുകയാണ്, വരുമാനം ഉണ്ടാക്കുകയാണ്. ഞാൻ നിങ്ങളെ ജോലി ചെയ്തോളി, ഞാൻ എന്റെ ജോലിയാണ് ചെയ്യുന്നത് കേട്ടാ. അവള് അയച്ചിട്ടിട്ട് ജോലി ചെയ്തിട്ട് പിന്നെ വരുമാനം ഉണ്ടാക്കിയിട്ട് പൈസ വാങ്ങുന്നുണ്ടെങ്കിൽ ആ അയച്ചിട്ടതിനെ കുറിച്ച് പറഞ്ഞിട്ട് ജോലി ചെയ്തിട്ട് വരുമാനം വാങ്ങാൻ ഞങ്ങൾക്കൊന്നും പറ്റും. ഞാൻ മാത്രമല്ല, ഞങ്ങൾ ഒരുപാട് പേരുണ്ട്, കുറച്ചാളൊന്നല്ല. എന്തുകൊണ്ടാന്നറിയല്ലേ? അത് മനസ്സിലാവാത്തവർക്ക് ഞങ്ങൾ പറഞ്ഞു തരാം. എന്താന്നല്ല, ഇതില് റജീന എന്നൊരു സ്ത്രീ ഒരു കമന്റ് ഇട്ടുണ്ട്. കമന്റ് കുറെ ഉണ്ട്, അനുകൂലമുള്ളതും പ്രതികൂലമുള്ളതും. അപ്പൊ ആ കമന്റ് കൂടെ വായിച്ചു പറഞ്ഞുതരാം. ഒരു സ്ത്രീ പണത്തോടുള്ള ആർത്തി മൂത്ത് ശരീരം പ്രദർശിപ്പിച്ച് ജീവിക്കുന്നു. അത് ശരിയല്ലെന്ന് തോന്നുന്നവർ അഭിപ്രായം പറയുന്നു. അത് ശരിയാണ്, അതിനെന്താ കുഴപ്പം? എല്ലാരും വിൽക്കുന്നുണ്ടല്ലോ, എനിക്കെന്താ വിൽക്കാൻ? ഇങ്ങനെ പോകുന്ന അന്തവും കുന്തവും ഇല്ലാത്ത ഐറ്റങ്ങൾ. ഭർത്താക്കന്മാർ ഭാര്യമാരെ ഒന്ന് സ്വതന്ത്രയാക്കിയിരുന്നെങ്കിൽ എല്ലാവരും ഇല്ല, ചിലരുടെയൊക്കെ സന്തോഷം കാണാമായിരുന്നു. പണ്ടൊക്കെ ശരീരം വിറ്റ് പൈസ വാങ്ങുന്ന ഊളകൾക്ക് ഒരു പേര് പറഞ്ഞു, അറിയില്ലേ? അതാണ്. അന്നൊക്കെ അടച്ചിട്ട് ഒരു റൂമിനുള്ളില് രഹസ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ സിഗ്നലൊക്കെ കൊടുത്തിട്ടും ഇതാക്കിയിട്ടും ആൾക്കാർ ചെയ്യുന്ന ആൾക്കാരാണ് പാതിരാത്രിയിലൊക്കെ. അതും എന്തെങ്കിലും മഹലുകളും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാവും, ആൾക്കാരൊക്കെ കൂടും, പ്രശ്നങ്ങളൊക്കെ ആകും. അപ്പൊ അവര് ആ ഭാഗത്തേക്ക് തന്നെ ഒരു പേരും പറയും. അങ്ങോട്ടേക്ക് പകല് പോലും ഒരാണ് പോകുന്നുണ്ടെങ്കിൽ അവനെ ഉദ്ദേശിക്കൽ വേറെ രീതി കൂടാണ്, അല്ലെ? അങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്ന് തന്നെ അതല്ല, അവരെ കുറിച്ച് അങ്ങനെ ചെയ്യുന്ന പബ്ലിക്കിന് മുന്നിലായിപ്പം, പട്ടാപകലായിപ്പം. അതിന് എന്താ പറയാ, ഇപ്പൊ മോട്ടിവേഷൻ പോലെ ആയി. ഇപ്പം അത് മാത്രമല്ല, അത് ജോലി എന്നാണ് പറയുന്നത്. അതിനാണ് ജോലി എന്ന് പറയുന്നത്. മാന്യമായിട്ട് നല്ല രീതിയിൽ നല്ല വേഷം ധരിച്ചിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും ജോലിയായിട്ട് ഇപ്പൊ കണക്കാക്കുന്നില്ല. ഇത് മാത്രം ജോലിയാണ്. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ എല്ലാവരുടെ വീട്ടിൽ ഇതേപോലെ നോക്കാനുള്ള ഒരു ലൈസൻസ് ഗവൺമെന്റ് കൊടുത്താല് എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചൊക്കെ? എങ്ങനായിരിക്കും? അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്ന കുറെ മഹാന്മാർ ഇതിൽ കണ്ടു ഞാൻ. അപ്പൊ അവർക്കൊക്കെ അവരെ ഭാര്യമാരെ ഇങ്ങനെ ആക്കിക്കൂടെ? അതാവുമ്പോ പിന്നെന്താ, നിങ്ങൾക്ക് പൈസ ഇരുന്ന് തിന്നും ചെയ്യാലോ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. കുറെ ആൾക്കാർ കരച്ചിൽ കണ്ട്. അതല്ല, ഞങ്ങളതെല്ലാം അടച്ചു വയ്ക്കണം, രേണുവിനെ പോലുള്ളവർക്ക് മാത്രം തുറന്നു കാണിച്ചിട്ട് ഞങ്ങളിത് കണ്ടോട്ടെ എന്നുള്ള ഒരു പെർമിഷൻ കൂടെ ആണോ ഇത്? അല്ലെങ്കിൽ അതിനുള്ള ഒരു ആവേശമാണോ ഇത്? ഇങ്ങനെ പറയാനുള്ള ഒരു ഇത്? എന്തിനിങ്ങനെ കരയേണ്ട ആവശ്യം മക്കളെ? സങ്കടപ്പെടണ്ട. രേണുവിനെ പോലെ ഉള്ളവർ ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ വിഷമങ്ങള് അതിനൊരു പരിധിയുണ്ട്. അത് ഇപ്പൊ തീരും, വിഷമങ്ങൾ ഇപ്പൊ തീരും കേട്ടോ. അതിനിയും വരും. ഇനി ബാക്ക് ആയിരിക്കും കാണിക്കുക, പിന്നെ ഫ്രണ്ട് കാണിക്കും, പിന്നെ മേലെ കാണിക്കും, പിന്നെ താഴെ കാണിക്കും. നിങ്ങൾ കണ്ടിരുന്നോട്ടോ, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കാണാം. ഞങ്ങളെ പോലുള്ളവർ പറയുന്നവർക്കാണ് നാണം വേണ്ടത്. നിങ്ങൾ പറഞ്ഞ സത്യമാണ്, ഞങ്ങളെപ്പോലുള്ളവരാണ് നാണിക്കേണ്ടത്. മോശം, ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ഇങ്ങനെ പ്രതികരിക്കാൻ പാടുണ്ടോ? ഇല്ലല്ലോ. എന്തായാലും ഇതല്ലാത്ത ആൾക്കാര് ശ്രദ്ധിക്കുക. അവനവന്റെ കുട്ടികളെ, ആമ്പിള്ളേരും ഭർത്താക്കന്മാരും സഹോദരന്മാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കും, നല്ലതാണ്. കാരണം സമയമാകുമ്പോഴത്തേന് ആമ്പിള്ളേർക്ക് പെണ്ണ് കെട്ടിച്ചു കൊടുക്കുക. ഭർത്താക്കന്മാര് വല്ലാത്ത രീതിയിൽ പോണ വല്ലാതെ കിടന്നിട്ട് ഇതിൽ കിടന്ന് കളിക്കുന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കുക. എന്നുവെച്ചാല് ഇങ്ങനെ പറയുന്ന കുറെ ഐറ്റംസ് ഉണ്ടല്ലോ, ഈ ഐറ്റംസിൽ പെടുന്ന ഇനിയും ആൾക്കാരുണ്ടാവും, കമന്റ് ഇടാത്തായിരിക്കും. അപ്പൊ അവർക്ക് വിഷമം ഉണ്ടാവും. അപ്പൊ അവരെന്താട്ടും രാവും പകലും പറഞ്ഞിട്ട് ഇതിന് റീച്ച് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇത് ജോബാണത്രേ, ജോബ്. അതുള്ള കലയാണ്. എന്ത് കല? അപ്പൊ പണ്ട് നല്ല രീതിയിൽ കലാകാരന്മാരുണ്ടായിരുന്നു. അവരോ ഒരുപാട് റിസ്ക് എടുത്തിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പിന്നെ അവതരിപ്പിക്കുന്ന കലകളുണ്ട്. എല്ലാ രീതിയിലും, നാടകമായാലും ഡാൻസ് ആയാലും പാട്ടായാലും ഏതും. ഇന്ന് പാട്ട് എന്ന് പറയാൻ പറ്റില്ല, ഇന്ന് പാട്ട് കൂത്താ. അപ്പൊ ഈ ഇങ്ങനെയുള്ള കലാകാരന്മാരൊക്കെ ഒന്നുമല്ല. ഇപ്പം നമ്മൾ ഒരു കല ആണെങ്കിൽ, കല ആസ്വദിക്കണമെങ്കിലും കാണിക്കണമെങ്കിലും നമുക്ക് അത്യാവശ്യം ഡ്രസ്സ് ഇല്ലാതിരിക്കണം. ഒരു ഡ്രസ്സ് ഇടാൻ പറ്റാൻ ആഗ്രഹിക്കാത്ത ഒരു പെണ്ണാണെങ്കിൽ അവൾ വിജയിച്ചു. അത് ഏത് മേഖലയിലായാലും ശരി. അതിന് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് വാനരന്മാര് വാലും പൊക്കി വരുന്നുണ്ട്. സങ്കടപ്പെടുന്നുട്ടോ, ഞാനത് പറയാൻ വേണ്ടി വന്നതാ. ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് രേണുസുതിന്റെ അടിവയർ കാണാതിരിക്കില്ല, അത് കണ്ടുകൊണ്ടിരിക്കും. അത് ഇനിയും വരും. രേണുസുതി അതുപോലുള്ള ആൾക്കാർ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ 2 വാക്ക് നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവില്ലല്ലോ, നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ പോവുമല്ലേ? അയ്യോ, എന്നാ ശരി, ഓക്കെ. താത്ത പോയേച്ചും വരാം കേട്ടാ.